Hi guys, welcome to Liquid Line AQUARIUM. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മുടെ ഒരു കസ്റ്റമറിന് വേണ്ടി കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ചെറിയ ക്വാണ്ടിറ്റി പ്ലാന്റ്സ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയി എടുത്തു കൊടുക്കേണ്ട ഇതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാനും പുതിയൊരു ഡീലറാണ്. അപ്പോൾ ആളുടെ നിന്ന് എടുക്കുമ്പോൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സാമ്പിളായിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാക്കിംഗ് തന്നെ കണ്ടാൽ അറിയാം, നല്ല ഫിനിഷിംഗ് ആണ് പാക്കിംഗ് തന്നെ. നമുക്ക് കൊറിയർ കാര്യങ്ങളിൽ ഒന്നിനും ഡാമേജോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഏകദേശം 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ തന്നെ എത്തിയത് പാക്കിംഗ് ഒക്കെ. നമ്മുടെ മേലെ നമ്മുടെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ തവണ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ തന്നെ. അപ്പോൾ ഏകദേശം ഒരു 3 വെറൈറ്റി പ്ലാന്റ്സാണ് നമ്മൾ ഈ തവണ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു അനൂബിയസ് നാന പ്രെറ്റിറ്റി എന്ന് പറഞ്ഞൊരു മോഡലും, അതല്ലാതെ ജാവ ഫേണും, പിന്നെ അതല്ലാതെ ക്രിപ്റ്റോക്രോണിയുടെ പിങ്ക് പാൻറ്റർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സുകളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കണ്ടോ, ഉള്ളിലും അടിപൊളി സീലിംഗ് പാക്കുകളായിരുന്നു. വാട്ടർ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ പ്ലാന്റ്സും സെപ്പറേറ്റ് പാക്കിംഗ് ആയിരുന്നു. ഓരോ പോട്ടിനും സെപ്പറേറ്റ് പാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് എന്താണ് യൂസ് എന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ്സിൻ്റെ ഹെൽത്തൊക്കെ നല്ല പോലെ ഉണ്ടാവും. അതല്ലാതെ നോർമലി ഉള്ള ഡീലേഴ്സ് എങ്ങനെയാണ് അയക്കാമെന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സും ഒരുമിച്ചിട്ട് ഒരു കവറിട്ട് സീലിംഗ് ചെയ്ത് അയക്കാറുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ജെല്ലി പാക്കറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാക്കിങ്ങിൻ്റെ അകത്ത്. അതുകൊണ്ട് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. കണ്ടോ, ഏകദേശം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലുമാണ് നമുക്ക് ഈ തവണ പ്ലാന്റ്സ് കിട്ടിയത് തന്നെ. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ പ്ലാന്റ്സുകളൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ മെസ്സേജ് അയച്ചാൽ മതി. ഏകദേശം നല്ല ക്വാളിറ്റി പ്ലാന്റ്സുകളാണ് നമുക്ക് ഈ തവണ എത്തിയത്. ജാവ ഫേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഫേമസ് ആയ ഒരു പ്ലാന്റ് ആണ്. ലോ ടെക് പ്ലാന്റ് ആണ്, ലൈറ്റിങ്ങിൻ്റെ ലോ ലൈറ്റിംഗ് ആണ്. പിന്നെ സോയിലിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. അതല്ലാതെ തന്നെ ഇതിന് ഫെർട്ടിലൈസറിൻ്റെ കാര്യങ്ങളോ CO2 കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നല്ലപോലെ ഗ്രോത്തിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ജാവ ഫേൺ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ജാവ ഫേണിനെ പറ്റി. നമുക്ക് ഡ്രിഫ്റ്റ് വുഡിലും സ്റ്റോണിലൊക്കെ ടൈ ചെയ്ത് വെച്ചാൽ തന്നെ നല്ലപോലെ വളരുന്ന പ്ലാന്റാണ്. അടുത്തതായി വന്നത് അനൂബിയസ് നാന പ്രെറ്റിറ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. ഏറ്റവും ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അനൂബിയസ് എന്ന് പറയുന്നത് തന്നെ. അതിൽ തന്നെ ഏറ്റവും സ്മോൾ സൈസ് ലീഫിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് അനൂബിയസ് നാന പ്രെറ്റിറ്റേറ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്കേപ്പിങ്ങിലും ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അനൂബിയസ് നാന പ്രെറ്റിറ്റേറ്റ് എന്ന് പറഞ്ഞത്. നല്ല ലോ ടെക് പ്ലാന്റ്സ് ആണ്. ലോ ലൈറ്റിങ്ങിലും CO2ൻ്റെ ആവശ്യമില്ല, ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല, സോയിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡ്രിഫ്റ്റ് വുഡിലും സ്റ്റോണുകളിലൊക്കെ ടൈ ചെയ്ത് വെച്ചാൽ തന്നെ നല്ലപോലെ വളരുന്ന പ്ലാന്റ് ആണ്. ഇത് ക്രിപ്റ്റോക്രോണിയുടെ പിങ്ക് പാൻറ്റർ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റിൻ്റെ ടിഷ്യൂ ആയിരുന്നു. അതൊന്ന് തന്നെ നമ്മൾ സാമ്പിൾ പീസിന് വേണ്ടി എടുത്ത് നോക്കിയതാണ്. അനൂബിയസിൽ തന്നെ 10-20 പോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജാവ ഫേണിലും 10-15 പോട്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മുമ്പ് തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇത്രയും പ്ലാന്റ്സാണ് വന്നിരുന്നത്. ഇത് നമുക്ക് പാക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ ഇതാ കണ്ടോ, നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയാണ്. ഒരു പോട്ടിലൊക്കെ ഫുള്ളായിട്ട് ജാവ ഫേൺ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമ്മൾ നോർമലി കിട്ടുന്ന ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്റ്റെമ്മിനൊക്കെ 70 രൂപ 80 രൂപ എന്ന് പറഞ്ഞൊക്കെ വിൽക്കുന്നുണ്ട് ഒരുപാട് പേര്. നമ്മൾ ഈ പോട്ടിന് വിൽക്കുന്നത് തന്നെ ചെറിയൊരു വിലക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. കണ്ടോ, അനൂബിയസൊക്കെ നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് നമുക്ക് വന്നുകൊണ്ടിരുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി സൂപ്പറായിട്ടുണ്ടായിരുന്നു ഈ തവണ വന്നത്. ബട്ട് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ. രണ്ടിൻ്റെയും നമ്മൾ മുമ്പ് കൊടുത്തതും സെയിം പ്രൈസാണ്, ഈ തവണ വന്നതും സെയിം പ്രൈസാണ്. ബട്ട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറച്ചുകൂടെ കൂടുതലായിരുന്നു പ്ലാന്റ്സിലെല്ലാത്തിലും. കണ്ടോ, ജാവ ഫേണൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു പോട്ടിൽ മൊത്തമായിട്ട്. അനൂബിയസിനെ തനിച്ച് കാണിച്ചു തരാൻ വേണ്ട. അനൂബിയസിൻ്റെ പോട്ടലിൽ കണ്ടോ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. മറ്റേ പാക്കിങ്ങിൽ കാണുന്നതിനേക്കാളും ഇതിൽ നല്ലപോലെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ അതല്ലാതെ ജാവ ഫേണിൻ്റെ കാണിച്ചു തരാം. ജാവ ഫേൺ ഉണ്ടോ, ഏകദേശം 4 പോട്ടുകളാണ് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. 4 പോട്ട് കയ്യിൽ വെക്കുമ്പോഴേക്കും തന്നെ ഫുള്ളായിട്ട് ലീവ്സ് വന്ന് കവറാവും. നമുക്കൊരു ചെറിയ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു 4 പോട്ടൊക്കെ വെച്ചാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൈടെക് ലോ ടെക് പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.